യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. JCNDSD ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ 4 ലാംഗ്വേജുകളിൽ സുവിശേഷം കേൾക്കുന്നു. അത് ഒറിജിനൽ സുവിശേഷം പ്രസംഗിച്ച യേശുക്രിസ്തുവും യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കാണിക്കുകയും എഴുതപ്പെട്ടതുമായിട്ടുള്ള സുവിശേഷമാണ് ഈ ഗ്രൂപ്പിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇതുവരെയുമുള്ള സപ്പോർട്ടിന്, എൻകറേജ്മെന്റ്, പ്രാർത്ഥനയ്ക്ക് 16 കോടി നന്ദി നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നിങ്ങളുടെ നോൺ ഗ്രൂപ്പില്, നിങ്ങളുടെ ചർച്ചിലുള്ളവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും അവരും ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ ഒരു അവസരം നിങ്ങൾ മുഖാന്തരമായിട്ട് ഇടയായാൽ, അവർ രക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായും നല്ല ഒരു റിവാർഡ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നമ്മുടെ യേശുപ്പച്ചൻ തരും എന്നുള്ള ഷുവറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുവിശേഷം കേൾക്കുക, മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക. യുഗായുഗങ്ങളായി യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗരാജ്യത്ത് ആയിത്തീരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷങ്ങൾ ചെയ്യുന്നത്. അടുത്ത് തീർച്ചയായും നിങ്ങളുടെ പിന്നെയും പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടും ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവിലേക്ക് തുടങ്ങാൻ പോകുന്നു. ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുവാൻ ഇടയായത്, കഴിഞ്ഞ ദിവസം ബേബി ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വീഡിയോ ഇടുകയുണ്ടായി. അദ്ദേഹത്തിന് യേശുവിന്റെ നാമം എന്ന് കേൾക്കുമ്പോൾ എന്തോ വെകളി പിടിക്കുകയോ അരിശമോ അലർജിയോ ചൊറിച്ചിലോ ഒക്കെ തോന്നത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പൊ അതിന് ഒന്ന് പ്രതികരിക്കണം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വീഡിയോ കേട്ട പലരും ആ വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞു ഇതിനൊരു മറുപടി കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. തീർച്ചയായും നിങ്ങൾ ഇത് കേട്ടാലും ഇപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാലും അദ്ദേഹത്തിന്റെ വീഡിയോ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ നാമക്കാരെന്നൊരു ഗ്രൂപ്പ്, ദയവായി ഈ ഗ്രൂപ്പിനെ നിങ്ങൾ ഒഴിഞ്ഞേ മതിയാകും. കാരണം യേശുക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളിവിടെ മെസ്സേജുകൾ കേട്ടാൽ യേശുവിനെ അവർക്ക് ഇഷ്ടമില്ല, യേശുവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യം പറയില്ല. അവർ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പറയുന്ന വാക്കാണ് ദൈവവാക്ക്. അതിനപ്പുറം യേശുവിൻ്റെ വാക്കുകളോ യേശുവിൻ്റെ പ്രസ്താവനകളോ യേശുവിൻ്റെ ആശയങ്ങളോ യേശു പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളോ ഇതൊന്നും ഇവർക്കൊരു വിഷയമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇവര് അപകടകാരികളാണ്. കാര്യം യേശുവിൻ്റെ വചനവുമായി ഒരിക്കലും കണക്ട് ചെയ്യില്ല. നിങ്ങളൊരു മെസ്സേജുകൾ കേട്ട് നോക്ക്. ഞാനിത് പറയാൻ കാര്യം, ഇവരോട് ഇടയ്ക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും പറഞ്ഞ് അവർ പഠിച്ച യേശുവിൻ നാമം എന്ന തിയോളജി ജനിച്ച് വളർന്നപ്പോഴത് പഠിച്ചതാണ്. അതിനെ സ്ഥാപിക്കാൻ വേണ്ടി അവർ കിടന്ന് പേടാപാട് വിടുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം എന്താ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് യേശുനാമക്കാർ എന്നുള്ള ദുർപദേശകര് അവർ യേശുവിനെ സ്നേഹിക്കുന്നില്ല. അപ്പോസ്തലന്മാർ പറയുന്നതാണ് അവർക്ക് കാര്യം. യേശുവിന്റെ നാമം ഉള്ള തിയോളജി തെളിയിക്കാൻ ഞങ്ങൾ പാടുപെടുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. എന്റെ മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ നാമം തെളിയിക്കാൻ വല്ല പാടുണ്ടോ ബൈബിളില്? യേശുവിന്റെ നാമത്തിൽ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യാനല്ലേ ബൈബിളിൽ കൊലോസ്യർ 3:17 പറഞ്ഞിരിക്കുന്ന എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ. അപ്പൊ ഇദ്ദേഹം പറയുന്നു ഞങ്ങൾ അപ്പോസ്തലന്മാർ പറയുന്നതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ആരെങ്കിലും സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർ യേശുനാമക്കാരായിരുന്നല്ലോ. യേശുനാമക്കാർ അപ്പോസ്തലന്മാരായിരുന്നു. അവരോടാണ് 1-ാം നൂറ്റാണ്ടിൽ
സദൂക്യരും പരീശന്മാരും സ്ക്രൈബുകളും പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞ അവരെ തർജ്ജനം ചെയ്തു. അതുപോലെയാണ് ഇപ്പൊ ഈ ബേബി ജോൺ എന്ന് പറയുന്ന വ്യക്തി ഒന്നും അറിയാതെ പറയാണ് യേശുനാമക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവർ ദുരുപദേശകരാണ്. എന്ത് ദുരുപദേശമാണ് ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? ബൈബിളിൽ കൂടെ ഞങ്ങൾ അംഗീകരിക്കാം, തെറ്റാണ് ഞങ്ങൾ തിരുത്താം. ഓക്കെ, ഇനിയും അടുത്ത ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. പറയാൻ കഴിയാതെ വന്നപ്പോൾ ഇവരിൽ ഒരാൾ പറയുന്നത് കേട്ടു. 1 യോഹന്നാൻ എഴുതിയ 4:6 ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ആര്? ഈ യേശുവിൻ്റെ നാമക്കാര് ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കാണ്. യേശുവിന് ശിഷ്യനെ അപ്പോസ്തലന്മാർ പറഞ്ഞതാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞതാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ്. അവർ ദൈവത്തെ അറിയുന്നു, ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അത് സത്യമാണ്. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യാത്മാവ് ഏതെന്നോ വഞ്ചനയുടെ ആത്മാവ് ഏതെന്ന് ഇതിനാൽ അറിയാം. അപ്പം ഈ വാക്കുകളിൽ തൂങ്ങി നിൽക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ നാമക്കാർക്ക് ഈ 4-ാം അധ്യായം എന്തിന് എഴുതിയിരിക്കുന്നെന്ന് പോലും അറിയില്ല. നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് 1 ജോൺ 4:6 ആണ്. അവിടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, താല്പര്യപ്പെടുന്നു, ദയവായി ശ്രദ്ധിച്ചാലും. 1 ജോൺ 4:6 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു കേൾപ്പിക്കാം ഞാനിപ്പോൾ. 1 ജോൺ 4:6 അവിടെ ഇങ്ങനെ പറയുന്നു, We are of God, he that know God heareth us. He that is not of God heareth not us. Hereby know we the spirit of truth and the spirit of error. വളരെ ക്ലിയർ ആയിട്ടല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം എഴുതിയ അതേ യോഹന്നാൻ പത്മോസ് ദ്വീപില് തടവിലായിട്ട് ശേഷം തിരിച്ചു വന്നതിന് ശേഷം പിന്നെ എഴുതുന്ന ലേഖനമാണ്. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, എന്താ? വി ആർ ഓഫ് ഗോഡ്. വി ആർ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ ജോൺ ആ അപ്പോസ്തോലിക വൃന്ദത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാണ്, വി ആർ ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബൈബിളിൽ പറയുന്ന ദൈവം, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്നതായ യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്ന ആ ദൈവമായ യേശു ക്രിസ്തുവിനെ ഒരുവൻ അറിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ അവിടെ ദൈവമെങ്കിൽ അതാണ് ദൈവം. കർത്താവായ യേശു ക്രിസ്തു ആണ് ഈ പുതിയ നിയമത്തിൽ നമ്മുടെ ദൈവം. അപ്പൊ ആ ദൈവത്തെ ഒരുവൻ അറിഞ്ഞാൽ ആ അറിയുന്നവർ കേൾക്കേണ്ട വാക്കാരുടെയാണ്? അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കുകയാണെങ്കിൽ എന്ത് പറയും? ഹിയർ ബൈ നോ വി ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എറർ. അപ്പൊ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആത്മാവ് ട്രൂത്താ, സത്യമായിട്ടുള്ളതാണ്. അത് കേട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ആത്മാവ് ദുരാത്മാവാകുന്നത് വളരെ വ്യക്തമായി പറയുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നു അത് കള്ളപ്രവാചകന്മാരെ, ഉപദേശകരെ കുറിച്ച് പറയുന്നതാണെന്ന് പറയുന്നു. അങ്ങനെയാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, വി ആർ ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കണമെന്നാണ് ഈ യോഹന്നാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ, ഈ പത്രോസ് ആരാ? അന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് ആയിരുന്നു എഴുന്നേറ്റ് സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ആത്മീയമായി ചെയ്തത്. ആ പത്രോസിന്റെ കയ്യിൽ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൊടുത്തു. പത്രോസ് ഇവിടെ ഭൂമിയിൽ പൂട്ടുമ്പോൾ സ്വർഗത്തിൽ പൂട്ടും, പത്രോസ് ഇവിടെ താഴെ അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അഴിക്കപ്പെടും. അത്രയും അധികാരവും പവറുമുള്ള യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഓതറൈസ് ചെയ്ത അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇതാണ് പത്രോസ് പറഞ്ഞത് 1-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഇവിടെ യോഹന്നാൻ എന്ന് പറയുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അന്നത്തെ പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്ന അവരെ ദൈവത്തിന്റെ സഭയോട് ചേർത്തു. അതല്ലേ ദൈവസഭ.
ഈ ബേബി ജോൺ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന് ബൈബിളിന്റെ ABCD അറിയുന്നില്ല. എന്തെങ്കിലും വായി വരുന്നത് കോതയ്ക്ക് പാട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തോ ഒന്ന് ആളാകണം. ബൈബിൾ പ്രകാരം ബൈബിൾ തെളിയിച്ച് സംസാരിക്കാൻ പഠിക്കണം ബേബി ജോണേ. ഓക്കെ, ഇനി അടുത്തൊരു ക്ലിപ്പ് അദ്ദേഹത്തിന്റെ കേൾക്കൂ. പിന്നെ യേശുവനാമക്കാരാ, നിനക്ക് ബൈബിൾ തുറന്ന് നീ വായിക്കാറില്ല. നിനക്ക് മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും എന്തെന്ന് അറിയില്ല. നീ യേശുക്രിസ്തുവിനെ വെറുക്കുന്നവനാണ്. യേശുക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒറ്റ കാര്യം നിനക്ക് ആഗ്രഹമില്ല. നിനക്കെങ്ങനെയെങ്കിലും നീ പഠിച്ച തത്വമായി യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നിൽക്കണം. അങ്ങനെ ചിലർ നിർത്തണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത വരി, അവർ ലൗകികന്മാരാകയാൽ ലൗകികമായി സംസാരിക്കും, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഇവർ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് പറയുന്ന അപ്പോസ്തലന്മാരാണ്. ഈ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്തു. ഇവർക്ക് യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സ്നാനമല്ല, ഉറക്കം എഴിച്ച ഉടൻ യേശുവിൻ്റെ നാമത്തിലെ സ്നാനമല്ല വേറെ ഒരു പിണ്ണാക്കന്മാർക്ക് അറിയില്ല. യേശുവിന്റെ നാമത്തിൽ അല്ലാതെ ഇവർക്കൊരു പിണ്ണാക്കും അറിയുന്നില്ല എന്ന് പറയുന്നത് എത്ര തമാശാണ്. യേശുവിന്റെ നാമത്തിൽ അല്ല ഒരു പിണ്ണാക്കും അറിയുന്നില്ല. പിന്നെ എന്താ പറയാ, യേശുനാമക്കാരാ എന്ന് വിളിക്കുക. ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ പബ്ലിക്ക് വിളിച്ചത് യേശുനാമക്കാരനാണെന്ന്. അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ഉപദേശം കൊണ്ട് യേശുവിനെ മുഴുവൻ നിറച്ചിരിക്കുന്നു, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ വന്നോ? അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചത് ഏത് നാമത്തിലാണ്? യേശു എന്ന നാമത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ പ്രവൃത്തിയിലും പ്രസംഗത്തിലും ചെയ്തികളിലും ലേഖനത്തിലും എല്ലാം യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണോ? യേശുനാമക്കാരെന്ന് അപ്പോസ്തലന്മാര് അവരായിരുന്നു യേശുനാമക്കാർ. അപ്പൊ ഇപ്പോൾ ഞങ്ങൾ യേശുനാമക്കാരെ കൾട്ടെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അപ്പോസ്തലന്മാർ കൾട്ടാകുന്നു, ആ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത യേശുക്രിസ്തുവും കൾട്ടാകുന്നു എന്നല്ലേ ഈ മന്ദബുദ്ധിയായ ഈ ബേബി ജോൺ പറയുന്നത്? ബൈബിളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് യേശുനാമക്കാർ, അപ്പോൾ ബേബി ജോൺ യേശുനാമക്കാരനല്ല എങ്കിൽ പിന്നെ ഏത് നാമക്കാരനാണ്? ഈ ലോകത്തിൽ 2 നാമക്കാരേ ഉള്ളൂ. ഒന്ന് യേശുവിന്റെ നാമം, ഒന്ന് ലൂസിഫറിന്റെ നാമം. നിങ്ങൾ യേശുനാമക്കാരനല്ല എങ്കിൽ നിങ്ങളെ പോലെയുള്ള യേശുനാമത്തെ ത്യജിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ നാമമാണ് ലൂസിഫറിന്റെ നാമം. അതായത് പിശാചിന്റെ നാമക്കാരാകുന്നു. പ്രത്യേകിച്ച് ബേബി ജോൺ ലൂസിഫറിന്റെ ഒരു നാമക്കാരനാകുന്നു. നിങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ അപ്പോസ്തലന്മാര് യേശുക്രിസ്തുവിനെ പിന്തുടർന്ന ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ട് ഞങ്ങളും ക്രിസ്ത്യാനികളാകുന്നു. ബൈബിളിൽ ഒരു പെന്തക്കോസ്തുകാരനില്ല, ഒരു പെന്തക്കോസ്ത് സഭയില്ല എന്ന് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ബേബി ജോൺ ബൈബിള് പഠിക്ക്, യേശുനാമക്കാരനാകാൻ നോക്ക്. യേശുനാമക്കാരനല്ലാത്തവർ മുഴുവനും ഷാജിന നാമക്കാരാണ്. അവരുടെ നിത്യത എവിടെയാണെന്ന് അറിയാമോ? നരകത്തിൽ, പിന്നീട് ലേക്ക് ഓഫ് ഫയറിലേക്ക് മാറ്റപ്പെടുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും അടുത്തൊരു ക്ലിപ്പിനെ അദ്ദേഹത്തിന് കേൾക്കൂ. അല്ല, എന്തൊരു ധാർമ്മിക കാര്യങ്ങളുണ്ട് മനസ്സിലാകുന്നുണ്ടോ? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട സത്യങ്ങളുണ്ട്, വിശുദ്ധ ജീവിതങ്ങളുണ്ട്, മാനസാന്തരവും രൂപാന്തരമുണ്ട്. ദൈവികമായ ആഴമേറിയ സത്യങ്ങളൊന്നും അല്പപ്പോലും വിഷയമല്ലാത്ത ഇവർ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പാണെന്ന് നിങ്ങൾ അറിയണം. അവിടുത്തെ താഴത്തേക്ക് ഇവർ പറഞ്ഞ വാക്ക് ഇതാണ്: ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. എടോ, ഈ വാക്ക് കള്ളപ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ വാക്കാണോ? ബൈബിൾ തുറന്ന് വായിക്കാതെ എന്തൊക്കെ നിങ്ങൾക്ക് പറയുന്നത്? സത്യാത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും ഇതിനാൽ അറിയാം. കള്ളപ്രവാചകന്മാരെ അറിയാൻ വേണ്ടി പഠിപ്പിച്ച ഭാഗത്തെ എടുത്ത് യേശുവിൻ്റെ നാമത്തിൽ സ്നാനത്തെ കൊള്ളിക്കുന്ന നിനക്ക് ദൈവവചന പരിജ്ഞാനമില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. അദ്ദേഹം പിന്നെയും പറഞ്ഞത് ഈ 1 യോഹന്നാൻ 4:6 ഞാൻ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കള്ളപ്രവാചകന്മാരോടും കള്ള ഉപദേശകരോടുമുള്ള പിന്നെ ജോൺ പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് മലയാളത്തിൽ വായിച്ചു നോക്ക്. അവിടെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം പുതിയ നിയമ വ്യവസ്ഥയിൽ വരുമ്പോൾ യേശു ക്രിസ്തു സുവിശേഷം 3.5 വർഷക്കാലം ഇവിടെ സുവിശേഷിച്ചു. അതിനുശേഷം
യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഭൂമിയിൽ എങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തത് അപ്പോസ്തലന്മാരാണ്. ആ അപ്പോസ്തലന്മാർ എന്തു സംസാരിച്ചോ, എന്തു സുവിശേഷിച്ചോ, എന്തു കാണിച്ചോ, എന്തു മാതൃകയാക്കിയോ, എന്ത് എഴുതിയോ, അതാണ് നമ്മൾ പ്രമാണിക്കേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങളെ അറിയിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണം ബേബി ജോണെ. ഏത് പ്രമാണമാണ് മുറുകെ പിടിക്കേണ്ടത്? അപ്പോസ്തലന്മാരാൽ നമുക്ക് തന്ന ലേഖനങ്ങളും വചനങ്ങളും എഴുതപ്പെട്ടതുമായിട്ടുള്ള പ്രമാണങ്ങളാണ് മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ യേശു നാമക്കാരാന്ന് കളിയാക്കി വിളിച്ച് നിങ്ങളുടെ ഞരമ്പ് വലിഞ്ഞ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? വളരെ അരിശപ്പെട്ട് പൈശാചികന്റെ ആ ലൂസിഫറിന്റെ ഡയറക്റ്റ് ഏജന്റാ നിങ്ങള്. യേശുവിന്റെ നാമം ആരാണ് എതിർക്കുന്നതും യേശുവിന്റെ നാമത്തോട് പുച്ഛിക്കുന്നു ആരാന്നറിയാമോ? അത് പിശാചിന്റെ സന്തതികളുമാ. എന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം ഏകെന്ന് വിശ്വസിക്കുന്നോ കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അലർജിയും ചൊറിച്ചിലുമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ഏതാണെന്ന് അറിയാമോ? ലൂസിഫറിന്റെ ആത്മാവ്. എത്രയും വേഗം മാനസാന്തരപ്പെടുക, രക്ഷ പ്രാപിക്കുക എന്ന് വളരെ വേദനയോടും സ്നേഹത്തോടും കൂടി ബ്രദർ ബേബി ജോണിനെ അറിയിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ക്ലിപ്പ് ഇദ്ദേഹത്തിന്റെ കേൾക്കുക. ആ വാക്കൽ നമുക്ക് തന്ന കൽപ്പനയോ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളത് തന്നെ. അതാണ് യേശു പഠിപ്പിച്ച കൽപ്പന. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. കണ്ടോ? അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. യേശുവൻ നാമക്കാരെ കേട്ടോ. 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, യേശുവിൻ്റെ വാക്കിന് അതുപോലെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ. അവിടെ യേശു കൽപ്പനകൾ അനുസരിക്കാൻ പറഞ്ഞു. ആ കൽപ്പനയിലാണോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ആ കൽപ്പന അനുസരിക്കാത്ത നിങ്ങൾ യേശുവിൻ്റെ നാമം ഒന്ന് പേരുള്ള ഏതൊരു കൾട്ട് ഗ്രൂപ്പാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പന പ്രമാണിക്കണം. ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. തീർച്ചയായിട്ടും 100% കൽപ്പന പ്രമാണിക്കണം. അല്ലാതെ കൽപ്പന ഏറ്റുപറയാനല്ല, തത്തമ്മേ പൂച്ച എന്ന് പറയാനുള്ളതല്ല കൽപ്പന. കൽപ്പന എന്താണോ അത് കേൾക്കണം, മനസ്സിലാക്കണം, അത് പ്രമാണിക്കണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൽപ്പന പ്രമാണിക്കുന്നതിന് ഒരു ദോഷവും വരികയില്ല. അങ്ങനെയാണെങ്കിൽ മത്തായി 28:19 യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നുള്ള കൽപ്പന കൊടുത്തത് ആർക്കാണ്? ഈ ലോകത്തിലെ പോപ്പിനല്ല, ബിഷോപ്പിനല്ല, തിരുമേനിക്കല്ല, അച്ഛനല്ല, കർദിനാളിനല്ല, പ്രസ്ബിറ്റർക്കല്ല, പാസ്റ്റർമാർക്കല്ല. കൊടുത്തത് ആർക്കാ? അപ്പോസ്തലന്മാരാണ്. അപ്പൊ അപ്പോസ്തലന്മാർക്കാണ് കൽപ്പന പ്രമാണിക്കേണ്ടത്. അപ്പോൾ ഈ മത്തായി 19 മാത്രം തൂങ്ങിക്കിടക്കാതെ മർക്കോസിലേക്ക് വാ. അവിടെ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. ലൂക്കോസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ. ആരുടെ നാമത്തിലാ? യേശുവിന്റെ നാമത്തിൽ. എവിടെ തുടങ്ങണം? യെരൂശലേമിൽ തുടങ്ങണം. പിന്നെ യോഹന്നാനിൽ എന്ത് പറയുന്നു? നിക്കോദെമോസിനോട് യേശുക്രിസ്തു എന്താ പറയുന്നത്? ആത്മാവിലും ജലത്താലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയല്ല പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനത്തിൽ പറയുമ്പോൾ മത്തായി 28:19 തൂങ്ങിക്കിടക്കാതെ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി ലേഖനങ്ങളിലേക്കെല്ലാം കടന്നു വാ എന്റെ ബേബി ജോണേ. നിങ്ങൾ ഈ പൊട്ടന്മാർ ആനെ കണ്ട പോലെയാണല്ലോ. യേശു നമക്കാരാ നിങ്ങൾ ചൊറിച്ചില്ല, തലവേദനയാ, BP കൂടി, നിങ്ങളുടെ ഞരമ്പ് കാണാം. നിങ്ങളുടെ പെടലില് യേശുനാമക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പെടലിയിലെ ഞരമ്പ് കാണാം. എന്തിനാ യേശുനാമത്തോട് ഇങ്ങനെ എതിർക്കുന്നത്? യേശുനാമത്തോട് എതിർക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പിശാച് ആണ്. നിങ്ങൾ യേശുനാമത്തോട് എതിർക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ്
പരിശുദ്ധാത്മാവല്ല, അത് ദുരാത്മാവാകുന്നു. ലൂസിഫറിന്റെ ഡയറക്റ്റ് ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയാണ് ബേബി ജോൺ എന്ന് വാക്യപ്രകാരം ഞാൻ തെളിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 1 യോഹന്നാൻ 4:6 പറയുന്നത്, യോഹന്നാൻ പറയും, ഞങ്ങൾ ദൈവത്തിനുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ആരുടെ വാക്ക് കേൾക്കണം? അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഒരുവന്റെ ഉള്ളിലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവാണ് ദുരാത്മാവാണോ എന്ന് അറിയാൻ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ കണ്ടീഷൻ പരിശുദ്ധാത്മാവിന് താൻ ലഭിക്കും. നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞോ? അപ്പോസ്തലന്മാർ പറഞ്ഞോ? അപ്പം പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ഏത് നാമത്തിൽ സ്നാനപ്പെടണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് വളരെ വ്യക്തമായിട്ട് 2:38 പറഞ്ഞിരിക്കുന്നു. 8:16 ശമര്യരെ സ്നാനപ്പെടുത്തി ഫിലിപ്പോസ്, കൊർന്നല്യോസിന്റെ ഭവനക്കാരെ പത്രോസ് സ്നാനപ്പെടുത്തി, പൗലോസ് എഫെസോസിലെ യോഹന്നാന്റെ മാനസാന്തര സ്നാനമേറ്റ 12 ശിഷ്യന്മാരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു ബൈബിളിൽ തെളിവുള്ളപ്പോൾ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ ഒരൊറ്റ വാക്യം, ഞാൻ ബേബി ജോൺ ഉപയോഗിക്കും, നിങ്ങൾക്ക് നട്ടലുണ്ടോ? നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? ഒരൊറ്റ വാക്യം ബൈബിളിന്റെ അടുത്ത് കാണിക്കുവാൻ അപ്പോസ്തലന്മാര് ആരെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയത്? ഏത് വിശ്വാസിയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റത്? ഒറ്റ വാക്യം ഈ ബേബി ജോൺ നട്ടലില്ലാത്ത ചങ്കൂറ്റമില്ലാത്തവരോട് വെല്ലുവിളിച്ചോട് ചോദിക്കുകയാണ്. ഒറ്റ വാക്യം എടുത്തു തരാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കീഴിൽ വന്ന് സ്നാനമേൽക്കാം. ഇത് ചലഞ്ചാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ JCND യൂട്യൂബ് ചാനൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ വരാൻ? പബ്ലിക് അറിയട്ടെ. നിങ്ങളാണോ ദുരുപദേശം പറയുന്നത്, ഞങ്ങളാണോ ദുരുപദേശം പറയുന്നത്? പബ്ലിക് അറിയട്ടെ. ബൈബിളിലെ വാക്യങ്ങളിലൂടെ ഞങ്ങൾ തെളിയിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞങ്ങൾ യേശുനാമക്കാരെന്ന് വിളിക്കുന്ന ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്തുകൊണ്ടാൽ അപ്പോസ്തലന്മാരെ യേശുവിന്റെ നാമക്കാരെന്ന് വിളിച്ചു അവരെ ചമ്മട്ടി കൊണ്ട് അടിച്ചു, അവരെ ഉപദ്രവിച്ചു, അവരെ പരിഹസിച്ചു, എങ്കിലും അവരെല്ലാം സഹിച്ചു. ആർക്കു വേണ്ടി? യേശു എന്ന നാമത്തിന് വേണ്ടി നിന്ന് സഹിച്ചു. യോഹന്നാൻ ഒഴിച്ചു ബാക്കിയുള്ളവർ മുഴുവനും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. ആരുടെ നാമത്തിന് വേണ്ടിയാണ്? യേശുവിന്റെ നാമത്തിന് വേണ്ടി. നിങ്ങൾ രോഗസൗഖ്യം യേശു നാമം വേണം, ഭൂതങ്ങളെ ഓടിക്കണം, അനുഗ്രഹം കിട്ടണം. പക്ഷെ കൊടവണ്ടി നിറയ്ക്കാനും യേശുനാമം വേണം, അല്ലേ? കൊടവണ്ടി നിറയ്ക്കാൻ യേശുവിന്റെ നാമം വേണം. സ്നാനം വരുമ്പോ യേശുവിന്റെ നാമം തട്ടിക്കളയുക. ഇനാഗുറേഷൻ വരുമ്പോ യേശുവിന്റെ നാമം വേണ്ട, പ്രതിഷ്ഠയ്ക്ക് യേശുവിന്റെ നാമം വേണ്ട, വിവാഹത്തിന് വേണ്ട, ഉദ്ഘാടനത്തിന് വേണ്ട. ഇതൊരു ആണും പെണ്ണും കെട്ട ഒരു രീതിയല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ ഏത് ചെയ്താലും യേശുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. കൊലോസർ 3:17 വരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും മത്തായി 19 കൽപ്പന പറയാനല്ല, പ്രമാണിക്കണം. അത് പ്രമാണിച്ച് കാണിച്ചാണ് അപ്പോസ്തലന്മാര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് തലയ്ക്ക് മൂളയുണ്ടെങ്കിൽ ചിന്തിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്ലിപ്പ് ഇതേ തന്നെ കേൾക്കുക. യേശുവിൻ്റെ നാമത്തിൻ്റെ സ്നാനം എന്ന പേരിൽ അപ്പോസ്തലന്മാർ പറയുന്ന വാക്കാണ് തീവാക്ക് എന്ന് ഗ്രഹിച്ചുകൊണ്ട് യേശുവിലേക്കോ യേശുവിൻ്റെ പ്രസ്താവനയിലേക്കോ യേശു പറഞ്ഞ ആശയങ്ങളിലേക്കോ യേശു പഠിപ്പിച്ച ജീവിതങ്ങളിലേക്കോ യേശു പഠിപ്പിച്ച ധാർമ്മിക ബോധങ്ങളിലേക്കോ യേശു പഠിപ്പിച്ച മനുഷ്യർക്ക് ചെയ്യേണ്ട നന്മകളിലേക്കോ ഒന്നും ഫോക്കസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ജനിച്ചു വളർന്ന ഏതോ ഒരു ഗ്രൂപ്പ്, ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം കൊണ്ടുവന്നത്. ആ സ്ത്രീയുടെ മരണശേഷം നിങ്ങൾ ഏറ്റെടുത്ത ഈ അസത്യം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ കൾട്ടിൻ്റെ പിടിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ നാമമെന്ന കൾട്ട് ഗ്രൂപ്പിലേക്ക് പോകുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾ അവർ പറയുന്ന വചനങ്ങളുടെ മുകൾ ഭാഗവും താഴെ ഭാഗവും വായിക്കുക. ഇവർ മുകൾ ഭാഗത്തെക്കുറിച്ചും താഴത്തുള്ള ഭാഗത്തെക്കുറിച്ചും ഒന്നും സംസാരിക്കില്ല. കാരണം ഇവർക്ക് ബൈബിൾ വചനത്തിൻ്റെ ഗ്രാഹ്യം കുറഞ്ഞവരാണ്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്ത്യാനികളാകുക. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മത്തായി 28:19 ആണ്. ഇതൊരു സ്ത്രീയാണ് കൊണ്ടുവന്നത്, ഇത് കൾട്ട് ഗ്രൂപ്പാണെന്ന് അദ്ദേഹം പറയുന്നു. എന്റെ ബേബി ജോൺ ബ്രദറെ, ഇത് സ്ത്രീയാണോ കൊണ്ടുവന്നത്?
ഇവിടെ പെന്തക്കോസ് തുടങ്ങിയിട്ട് ഏതോ 100, 115, 125 വർഷമേ ആയിട്ടുള്ളൂ. ഇത് 2300 വർഷത്തിന് മുമ്പ് യെരുശലേമിൽ പെന്തക്കോസ്തിൽ തുടങ്ങിയ സ്നാനമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ കൽപ്പന കേട്ട അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം അവർ നടത്തിയ സ്നാനമാണ്. 3000 പേര് യേശു ക്രിസ്തുവിനകത്ത് സ്നാനമേറ്റ റെക്കോർഡ് തകർക്കാൻ ഒരൊറ്റ തൃത്വ പെന്തക്കോസ്തുകാർക്കോ തൃത്വനാമത്തിൽ സ്നാനപ്പെടുത്തുന്നവർ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഇത് ഏതാണ് സ്ത്രീ കൊണ്ടൊന്നല്ല. ഇത് 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് ആഴ്ചന് ശേഷം ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പോസ്തലന്മാരാൽ യെരുശലേമിൽ തുടങ്ങിയ ഉപദേശമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഈ AD 320 നിക്ക സുന്നഹദോസിൽ കോൺസ്റ്റന്റൈൻ എന്ന കുലപാതകനാൽ തെർത്തുല്യൻ എന്ന കൂട്ടുകെട്ടിൽ ഉരുത്തിരിഞ്ഞ ഒരു പാഷാണ്ഡതയും ഒരു ദുരുപദേശവും ഒരു കാൻസർ എന്ന രോഗവുമാകുന്നു ഈ തൃത്വ ഉപദേശം എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും രക്ഷ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുക. അല്ല എങ്കിൽ നിത്യതയിൽ നിങ്ങൾ തീപ്പൊയ്കയിലായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ JCNDSTക്കാരെ നിങ്ങൾ നോക്കും. എന്താണ് ഈ പറയുന്ന കാര്യം? എന്തുകൊണ്ടെന്നാൽ എന്താണ് ഞാൻ പറയാൻ കാര്യം? നിങ്ങളുടെ പാപം ഇതുവരെ മോചിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 2:38 പ്രകാരം നിങ്ങളുടെ പാപം മോചിച്ചില്ല. ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യണത് ഞാൻ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുക. അപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തത് കൊണ്ട് നിങ്ങളുടെ പാപം മോചിച്ചില്ല. നിങ്ങളൊരു പാപിയാണ്. പാപികളോട് സുവിശേഷം അറിയിക്കുന്നു. രണ്ടുപേരും കുഴിയിൽ പോയി ചാടും. ഇതാണ് ബൈബിളിലെ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് മേലിൽ യേശുനാമക്കാരുടെ തലേ കയറാനോ അവിടെ പുറത്തു കയറാനോ വന്ന് നോക്കിയാൽ വചനം എന്ന വാളുകൊണ്ട് ഞങ്ങൾ വെട്ടും. അത് പഴയ നിയമത്തിൽ ഏലിയാവ് വെട്ടി, ദാവീദ് വെട്ടി ആരെ? ഗോലിയാത്തിനെ. നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഗോലിയാത്തിന്റെ വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ ഏലിയാവ് 480 പ്രവാചകന്മാരെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി തെളിയിച്ചു. യഹോവ ദൈവമാണ്, ജീവനുള്ള ദൈവം. അപ്പോസ്തലന്മാർ അവിടെ സുവിശേഷം തെളിയിച്ചു. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്ന യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് തെളിയിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് ഒരുവൻ യേശു ക്രിസ്തുവിനെ കൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും യേശു ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ലൂസിഫറിനെയാണ്. അതുകൊണ്ടാണ് ആ ലെഗ്യോൻ 6000 പേര് ഒരുത്തന്റെ ഉള്ളിൽ കയറി അവനെ നശിപ്പിക്കാൻ തുടങ്ങിയതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ലെഗ്യോന്റെ ഇറക്കി വിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക, യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ദൈവ സഭയിലേക്ക് നിങ്ങളെ ചേർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബേബി ജോണേ, യേശുവിന്റെ നാമത്തിനെതിരെ ഉതയ്ക്കരുത് കേട്ടോ. യേശുവിന്റെ നാമത്തിനെതിരെ ഉതച്ചാൽ പൗലോസിനോട് യേശു എന്താ പറഞ്ഞത്? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗല് ഉപദ്രവിച്ച ആരെയാണ്? ക്രിസ്തീയ സഭകളെയും ക്രിസ്ത്യാനികളെയും. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോൾ മുള്ളിന് നേരെ ഉതയ്ക്കുന്നത്. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ അലർജിയും ചൊറിച്ചിലുമായിരിക്കുന്ന ബേബി ജോണെ, ഈ യേശുവിന്റെ നാമത്തിലല്ലേ കുടവണ്ടി നിറയ്ക്കുന്ന നീ? ഞാൻ അങ്ങനെ സംസാരിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ആ വീഡിയോയിൽ യേശുനാമക്കാരാ കളിയാക്കി. യേശുനാമക്ക് തന്റെ ഇടത്തോടെ പറയാം യേശുനാമക്കാരനാ. അതിനെന്താ കുഴപ്പം? അപ്പോസ്തലന്മാർ യേശുനാമക്കാരായിരുന്നു. അവർ ക്രിസ്ത്യാനികളായിരുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു. ഞങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള അതേ ഉപദേശങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പ്രമാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്നു. JCNDST വഴി കേൾക്കുന്നു. അനേക കാര്യങ്ങൾ സത്യം അറിഞ്ഞു വരുന്നു, ഞങ്ങളെ വിളിക്കുന്നു. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് സ്വർഗത്തിൽ പോണോ? പാപം മോചിക്കണോ? അതിനുവേണ്ടി 1-ാം നൂറ്റാണ്ടിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട്
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടതുപോലെ ഈ കൃപായുഗത്തിൽ നിങ്ങളും കടന്നു വരിക എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നേരം ഈ ലൈവ് ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞാൻ പറഞ്ഞ വാക്യങ്ങൾക്കോ വാക്കുകൾ എന്തെങ്കിലും ടങ് സ്ലിപ്പ് ഉണ്ട്, ക്ഷമിക്കണം. പറഞ്ഞ ഉപദേശത്തിന്റെ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം പേഴ്സണലായിട്ട്. മൈ നമ്പർ ഈസ് 9324055585. അല്ലെങ്കിൽ JC നിങ്ങൾ കമന്റ്സ് ഇടുക, അവിടെ ഞങ്ങൾ മറുപടി പറഞ്ഞായിരിക്കും. ഞങ്ങൾ അപ്പോസ്തലന്മാര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ലോകത്തെ കീഴ്മേൽ മറിച്ചെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ JC അപ്പോസ്തലന്മാരെ പോലെ യേശുവിന്റെ നാമം പറഞ്ഞ് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി ഏത് കൊലകൊമ്പനും ഏത് BTH MD മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി PhD ആണെങ്കിലും ലോകത്തിലുള്ള എല്ലാ തൃത്വക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ബൈബിളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ സ്ഥാനപ്പെടുത്തിയ ഒരു വാക്യമോ ഏതെങ്കിലും ഒരു വിശ്വാസികൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ സ്ഥാനമേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്താട്ട ഒരു വാക്യം എടുത്ത് കാണിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, പാസ്റ്റർമാരെ, ഉപദേശിമാരെ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ മെസ്സേജ് പിൻവലിച്ച് എന്റെ തെറ്റ് ഞാൻ തിരുത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്രയും നേരം ഈ വീഡിയോ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ സമാപ്തിപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ.